സംസ്ഥാനത്തെ മുഴുവൻ ബിആർസികളും ജില്ലാ എസ്എസ്കെ കേന്ദ്രങ്ങളും കർശനമായ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കണമെന്ന ആവശ്യം ശക്തമാണ്. കഴിഞ്ഞ 10 വർഷമായി ചെലവഴിച്ച തുകയും ഉപകരണങ്ങളും അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും ഓഡിറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ ഓഫീസുകളിൽ പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കാവൂ എന്ന് KPST സംസ്ഥാന സെക്രട്ടറി KB മനോജ് കുമാർ പറഞ്ഞു. ബിആർസികളിലേക്ക് എസ്എസ്കെ വഴി നൽകിയ കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടുകളെക്കുറിച്ചും കൃത്യമായ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സംസ്ഥാന വ്യാപകമായി ബിആർസികളിലേക്ക് വന്ന ഫണ്ടുകൾ SSK വഴി ബിആർസികളിലേക്ക് കൊടുത്ത കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടുകൾ അതിൻ്റെ പർച്ചേസിംഗ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഓരോ ബിആർസികളിലും ചെലവഴിച്ച തുക എത്ര തുക ചെലവഴിച്ചു, ആ തുകയ്ക്ക് വാങ്ങിയ ഉപകരണങ്ങൾ അത് അവരുടെ മിനിറ്റ്സ് ബുക്കിൽ റെക്കോർഡ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നത്. ഇപ്പോൾ വേങ്ങര ബിആർസിയിൽ ഞങ്ങൾക്ക് മനസ്സിലായത് അവിടെ വാങ്ങിച്ച പല ഉപകരണങ്ങളും അല്ലെങ്കിൽ വസ്തുക്കളും അവരുടെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴാണ് രജിസ്റ്റർ രേഖപ്പെടുന്നത്. അപ്പോൾ രേഖപ്പെടുത്താത്തത് വലിയ തെറ്റാണ്. രേഖപ്പെടുത്തിയ വസ്തുക്കൾ ബിആർസികളിൽ ഇല്ലാത്തത് അത് ഉത്തരവാദിത്തപ്പെട്ടവർ സംരക്ഷിക്കപ്പെടാത്തത് വലിയ തെറ്റാണ്. അതുപോലെ തന്നെ വാങ്ങിച്ച് രജിസ്റ്ററിൽ വെച്ച സാധനങ്ങൾ പിന്നീട് അവിടെ പുനരുപയോഗത്തിന് സാധ്യമാകുന്ന രീതിയിൽ സൂക്ഷിക്കാതിരിക്കുന്നതും തെറ്റാണ്. അത്തരത്തിൽ ഇതിൻ്റെ ഉദ്യോഗസ്ഥ തലങ്ങളിൽ ഇതൊക്കെ രാഷ്ട്രീയപരമായി 10 വർഷമായി ഒരു രാഷ്ട്രീയ പാർട്ടി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഡെപ്യൂട്ടേഷനിൽ വന്ന ആളുകളാണ്. അവർ ഡെപ്യൂട്ടേഷനിൽ വന്നത് ഞങ്ങളിത് ഏറ്റെടുത്തുകൊള്ളാം, ഞങ്ങൾ നടത്തിക്കൊള്ളാം, ഞങ്ങൾ സത്യസന്ധമായി ചെയ്തുകൊള്ളാം എന്ന് അവർ സ്വയം താല്പര്യപ്പെട്ട് വരുന്ന ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയാണ്, അല്ല സർക്കാർ നോമിനേറ്റ് ചെയ്യുന്നതല്ല. ആ ഡെപ്യൂട്ടേഷനിൽ ഏറ്റെടുത്തുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഇത്തരം ബിആർസികളിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാണ് KPST പറയുന്നത്. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകും. ജംഷീർ, ഈ ബിആർസികളിലും SSKകളിലും ഒക്കെ ഒരു സോഷ്യൽ ഓഡിറ്റ് വേണമെന്നുള്ള ഒരാവശ്യമാണ് KPST അടക്കമുള്ള സംഘടനകൾ ഉന്നയിക്കുന്നത്. എന്താണ് കൃത്യമായി അത്തരത്തിലൊരാവശ്യം ഉന്നയിച്ച് കൊണ്ട് മുന്നോട്ട് വരാനുള്ള കാരണം? വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങളൊക്കെ ഉയർന്നൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ആവശ്യത്തെ കാണേണ്ടത്. തീർച്ചയായിട്ടും ജിൽസി, അതായത് ഈ ബിആർസികളിലൊക്കെ ഇത്തരത്തിൽ തുക നൽകുമ്പോൾ അത് എന്തിന് ചിലവഴിച്ചു, എന്തെല്ലാം സാധനങ്ങൾ വാങ്ങി, എന്തെല്ലാം ഇപ്പോൾ ബിആർസിയിൽ ഉണ്ടെന്ന് സംബന്ധിച്ച് കൃത്യമായി രേഖകൾ വേണം എന്നുള്ളതാണ്. പക്ഷേ പല ബിആർസികളിലും ഇപ്പോൾ അത്തരത്തിലുള്ള രേഖകൾ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു കൃത്യമായ ഓഡിറ്റ് നടത്തണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് ഡെപ്യൂട്ടേഷനിൽ അതാത് രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന ആ സമയത്ത് ഡെപ്യൂട്ടേഷനിൽ വരുന്ന ആളുകളാണ്. അപ്പോൾ അവർ ആ സമയത്ത് വരികയും കഴിഞ്ഞ 10 വർഷമായി ഇതിനകത്ത് കൃത്യമായ ഒരു നിരീക്ഷണമോ അല്ലെങ്കിൽ ഓഡിറ്റിങ്ങോ ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി പുതിയ ഒരു പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുന്നായിട്ട് ഇത്തരത്തിലുള്ള ബിആർസികളിലേക്ക് SSK വഴി നൽകിയ ഫണ്ടുകൾ അല്ലെങ്കിൽ ബിആർസി ഉപയോഗിച്ച ഫണ്ടുകൾ അവിടെ എന്തെല്ലാം സാധനങ്ങളുണ്ട് സംസ്ഥാന തലത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു അന്വേഷണം വേണമെന്നുള്ള ഒരു ആവശ്യമാണ് KPST അടക്കമുള്ളവർ മുന്നോട്ട് വെക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ ഈ ഇലക്ഷന്റെ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതിന്റെ തൊട്ട് മുൻപുള്ള ദിവസം, അതായത് ഭരണം മാറി എന്ന് മനസ്സിലായതിന് തൊട്ട് പിന്നാലെ വേങ്ങരയിലെ ബിആർസിയിൽ നിന്ന് സാധന സാമഗ്രികൾ മോഷണം പോയ ഒരു സംഭവം അത് നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് ആ ഭരണം മാറി എന്ന് മനസ്സിലായതിന്റെ ആ തുടർച്ചയായുള്ള ദിവസങ്ങളിൽ അവിടെ നിന്നുള്ള ഫർണിച്ചറുകൾ, ഉപകരണങ്ങൾ, വാട്ടർ പ്യൂരിഫയർ, അതുപോലെ ഇൻവെർട്ടർ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ കടത്തിക്കൊണ്ടുപോയി ഒരു ദിവസമല്ല പല ദിവസങ്ങളിലായി കടത്തിക്കൊണ്ടുപോയി പിന്നീട് മൊത്തമായി അത് ഫർണിച്ചറുകൾ ഉൾപ്പെടെ നഷ്ടപ്പെട്ടത് മനസ്സിലായതോടുകൂടിയാണ് ഇത് പുറത്തറിയുന്നതും അവിടെ ഉണ്ടായിരുന്ന മറ്റു ഉദ്യോഗസ്ഥർ ഇതുമായി പരാതിയുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. ഈ പരാതിയുമായി മുന്നോട്ട് പോകുന്നത് മനസ്സിലാക്കിയ ആളുകൾ അല്ലെങ്കിൽ ഇത് കൊണ്ടുപോയവർ അന്ന് രാത്രി തന്നെ ഈ സാധന സാമഗ്രികൾ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. അതിനുശേഷം നടത്തിയ പരിശോധനയിലാണ് ഈ സാധനങ്ങളൊന്നും ഇവിടെ ഉള്ളതായ റെക്കോർഡിൽ കാണുന്നില്ല എന്ന് മനസ്സിലായത്. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ KPST അടക്കമുള്ളവർ ഇത്തരത്തിൽ സംസ്ഥാന വ്യാപകമായി തന്നെ കഴിഞ്ഞ 10 വർഷത്തെ ഈ ബിആർസികളുടെ പ്രവർത്തനം എങ്ങനെയായിരുന്നു എന്നും അവിടെ എന്തെല്ലാം സാധന സാമഗ്രികൾ ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ചും അവിടെ ഏതെല്ലാം തരത്തിൽ ഫണ്ടുകൾ വിനിയോഗിച്ചു എന്നത് സംബന്ധിച്ചും ഒക്കെ കൃത്യമായ ഒരു ഓഡിറ്റിംഗ് നടത്തണമെന്ന ഒരു ആവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്.